ആദ്യം ഇങ്ങനെ പ്ലാൻ വരും. അതിൻ്റെ അകത്ത് പ്രീസ്റ്റോ എന്ന് പറഞ്ഞ സാധനം എടുത്തിട്ട് ഇതെടുത്തിട്ട് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നമ്മൾ കോമൺ ഫോൾഡർ EDA ഉണ്ട്, അതിൽ വെച്ചിട്ട് ഇപ്പോൾ INNSA എന്ന് പറഞ്ഞൊരു ന്യൂ ഫോൾഡർ അതിൻ്റെ അകത്ത് സേവ് ചെയ്യും. വോയ നമ്പർ ഇടും 4INNSA. ഓക്കെ, എന്നിട്ട് അതിൽ ഒരു പ്ലാൻ വരുന്നേരം പ്ലാൻ എന്ന് പറഞ്ഞിട്ട് പ്ലാൻ 1 എന്നിട്ടിടും. പ്ലാൻ ഓക്കെ. എന്നിട്ട് അതിൽ മെയിനായിട്ട് ഇതാണ്, ഈ പ്ലാനിൽ ഇത് കോപ്പി ചെയ്യും, പേസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ ഈ EDA BGMലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഫോർമാറ്റാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ വെച്ചിട്ട് അടിക്കുക, ഓപ്പൺ വിത്ത് അടിക്കാം. ഓപ്പൺ വിത്ത് അടിച്ചിട്ട് നോട്ട് പാഡ് ഇത് എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ, എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നോട്ട് പാഡിൽ ഓക്കെ ക്ലോസ് ഓപ്പൺ വിത്ത് ഇതുണ്ടോ, ഓപ്പൺ വിത്ത് എടുക്കും, നോട്ട് പാഡ് എടുക്കും, എന്നിട്ട് കൺട്രോൾ അടിക്കും. കൺട്രോൾ അടിക്കുന്നത് ഇതെല്ലാം സെലക്ട് ചെയ്യും, എഡിറ്റ് അടിക്കും, എഡിറ്റ് എടുത്തിട്ട് റീപ്ലേസ് എന്നിട്ട് VGM അടിക്കും. മുകളിൽ VGM ക്യാപിറ്റൽ അടിക്കും, എന്നിട്ട് റീപ്ലേസ് ഓൾ, അതായത് VGM/8 റീപ്ലേസ് ഓൾ. അപ്പോൾ റീപ്ലേസ് ഓൾ ചെയ്യുന്നത് എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യും. അപ്പോൾ എന്നിട്ട് കൺട്രോൾ S അടിക്കുക, അല്ലെ സേവ് ചെയ്യുക. ഈ സ്റ്റാർ പോകും അന്നേരം. അതാണ് അതിൻ്റെ ഇത്. SPKൻ്റെ അടുത്തുള്ള സ്റ്റാർ പോയി കൺട്രോൾ S അടിച്ച് എന്നിട്ട് നമ്മൾ ഇതിൽ ഇത് TSP സൂപ്പർ കാർഗോ എന്ന് പറഞ്ഞാൽ ഇതാ ബാപ്ലിഫൈ ലോഞ്ച് ചെയ്യും. ബാപ്ലിഫൈ ലോഞ്ച് ചെയ്തിട്ട് ഇതുണ്ടെങ്കിലേ ഓൾറെഡി എത്ര ഉണ്ട് എന്നെല്ലാം എഴുതിയിടും ബുക്കിൽ. ഡിപ്പാർച്ചറിൽ എത്ര ഫീസുണ്ട് എന്ന രീതിയിൽ ഒരു സെപ്പറേറ്റ് പേജിൽ ഇത് എഴുതിയിടും. ഇതുണ്ടോ INNSA 2417 വെസ്റ്റ്. ഫസ്റ്റ് പ്ലാൻ ആ ഫോൾഡറിൻ്റെ ഇത് ഇട്ടിട്ട് യൂണിറ്റ്, വെയിറ്റ്, DG, റീഫർ, OG ഫുള്ള് MT അതിട്ട് പിന്നെ GM, SF, BM, TM. അതിനകത്ത് പിന്നെ ടോട്ടലായത് ടോട്ടൽ യൂണിറ്റ്, വെയിറ്റ്, DG, റീഫർ, OG. ഇത് തന്നെ ഇവിടെ മുംബൈയിൽ ലോഡ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് അത് എഴുതി. അപ്പോൾ ആദ്യം ടോട്ടൽ വന്നല്ലോ, അപ്പോൾ ടോട്ടൽ ഇവിടെ എല്ലാം ഓളാന്ന് കാണിക്കുന്നുണ്ട്, ഓൾ. അപ്പോൾ അത് 1327. അപ്പോൾ അത് എഴുതി 1327. വെയിറ്റ് എഴുതി 29847.65. ഇനിയിപ്പോൾ DG ഓക്കെ, മൊത്തം DG എത്ര ഉണ്ടാവും? ക്ലാസ് എന്ന് പറഞ്ഞ സാധനം എടുക്കുക. അപ്പോൾ DG കിട്ടി എത്ര? 59 DG ഉണ്ടാവും. റീഫർ എത്ര ഉണ്ട് നോക്കുക, ക്ലാസ് വേണ്ടി ഓൾ അടിക്കുക, എന്നിട്ട് റീഫറിൻ്റെ എടുക്കുക, സെറ്റ് ലൈവ് എടുക്കുക, ലൈവ് റീഫർ എത്ര ഉണ്ട് നോക്കുക, 37 റീഫർ ഉണ്ടാവും ടോട്ടൽ ഡിപ്പാർച്ചറിൽ. ഓക്കെ, എന്നിട്ട് OG എടുക്കുക, OG ടോട്ടൽ 21 ഉണ്ടാവും അയക്കുക. ഓക്കെ, അപ്പോൾ അതായി. ഇനി അതിൻ്റെ മുംബൈയിൽ എത്ര ഉണ്ട് ലോഡ് പോർട്ട്, NSAയിൽ എത്ര ഉണ്ട് നോക്കുക. NSAയിൽ ടോട്ടൽ 41 ലോഡിങ് ഉണ്ട്. വെയിറ്റ് 71.38. DG 21. റീഫർ 28. OG 13. അപ്പോൾ അത് എഴുതി. എന്നിട്ട് GM SFL ബാക്കി. हेलो हाँ 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 किधर है? ओके ओके, खाना खा के इधर शिप बॉक्स में ओके कोड़ा GMSF BM टीम ओके
അപ്പോൾ ഇതങ്ങനെ ചെയ്യും. ഇതിൽ പിന്നെ വേറെ കുറേ സംഭവങ്ങളുണ്ട്. ഇത് കണ്ടിരിക്കുക, ഇതിൽ റീമാപ്പ്, ഫുൾ കാർഗോ പ്ലാൻ, ഇത് കളർ കോഡ് കൊടുക്കുക, റിപ്പോർട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സൽ അടിക്കാൻ പറ്റും. ഇത് വെറുതെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ റീഫർ ലിസ്റ്റ് അടിച്ചിട്ട് ഇതാ റീഫർ ലിസ്റ്റ് എടുക്കുക. അപ്പോൾ റീഫർ ലിസ്റ്റാണ് ഓൾ പോർട്ട് എടുക്കുക, അല്ലെങ്കിൽ ഏതാ പോർട്ട് വേണ്ടതെന്നെല്ലാം നോക്കിയിട്ട് അതെടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ലൈവ് റീഫേഴ്സ് വേണമെങ്കിൽ ലൈവ് റീഫേഴ്സ് അടിച്ചിട്ട് ഇവിടെ എക്സൽ അടിച്ചു കഴിഞ്ഞാൽ ഇതാ ടോട്ടൽ റീഫർ ലിസ്റ്റ് വരും, നിങ്ങൾ ക്രിയേറ്റ് ആവും. സമയം എടുക്കും. ഓക്കെ, ഇതുണ്ടോ വേണ്ട റീഫർ വന്നാണ്ട് അങ്ങനെ റീഫർ ലിസ്റ്റ് വരും. ഓക്കെ, എന്നിട്ട് സീരിയൽ നമ്പർ കൊടുത്തത് ജസ്റ്റ് ഞാൻ ഇതാക്കിയതാണ്. ഓക്കെ, പിന്നെന്ന് വെച്ചാൽ ഈ റിപ്പോർട്ടിൽ പിന്നെ വേറെ ഉള്ളതെന്ന് വെച്ചാൽ ഇതാ IMDG ലിസ്റ്റ്, അതുപോലെ സൂയിസ് കനാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഓൺ ഡെക്ക് അണ്ടർ ഡെക്ക് കാർഗോയിലാണ് ഈ സൂയിസ് കനാൽ റിപ്പോർട്ട് പോയി കഴിഞ്ഞാൽ. ഓക്കെ, അബൌട്ട് ഡെക്ക്, ബിലോ ഡെക്ക്, എത്ര വെയിറ്റ്, ടോട്ടൽ 20 ഫീറ്റ് 40 ഫീറ്റ് കണ്ടില്ല, ബ്രേക്ക് വൾക്ക് അതെല്ലാം കാണിക്കും. പിന്നെ റിപ്പോർട്ടിൽ വരുന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റേക്ക് വെയിറ്റ് സമ്മറി ഇത് ഓൺ ഡെക്ക് ഇത്രയുണ്ട് അതിനെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അച്ചലടിച്ച് കഴിഞ്ഞാൽ അച്ചൽ വരും, ഓരോ സ്റ്റേക്ക് വെയിറ്റിൻ്റെ സമ്മറി വരും. ഓക്കെ, പിന്നെ റിപ്പോർട്ടിൽ അടിച്ചു കഴിഞ്ഞാൽ OG കാർഗോ സമ്മറി, കണ്ടെയ്നർ റിമാർക്സ്, പേ പ്രിൻ്റ് ഔട്ട് സമ്മറി, യൂട്ടിലിറ്റി സ്റ്റാറ്റസ്, IMDG കാർഗോ. ഓക്കെ, എന്തെങ്കിലും കഴിഞ്ഞ് അതിന് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഇനി നമുക്ക് ഈ പ്ലാൻ ഉണ്ടല്ലോ കൺവേർട്ട് ചെയ്ത് ഈ VGM കൺവേർട്ട് ചെയ്ത പ്ലാൻ TSB സൂപ്പർ കാർഗോയിൽ രണ്ടെണ്ണമുണ്ട്. രണ്ടായിട്ട് ഒന്ന് ASC ഫയലിലേക്ക് കൺവേർട്ട് ചെയ്യണം, അതിൻ്റെ സോഫ്റ്റ്വെയർ ED ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് കൺവേർട്ട് ചെയ്തതിന് ശേഷം സൂപ്പർ കാർഗോയിലുണ്ട് ഇത് SC 600 എന്ന് പറഞ്ഞ സാധനത്തിൽ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യും. ഇത് ഓപ്പൺ ചെയ്ത് നമ്മൾ ആദ്യം ഇതിൽ പോകും. ഇത് വെസലിൽ നിന്ന് ഇതേണ്ട ഇതിൽ പോയി മിയ സെലക്ട് ചെയ്യും. മിയ എന്നുള്ള സാധനം, മിയ നമ്മളെ ഓപ്പറേറ്റർ റൂട്ട്. എന്നിട്ട് ഇത് സെലക്ട് ചെയ്യും. അതിൽ TSB സെലക്ട് ചെയ്തിട്ട് ഓക്കെ അടിക്കും. എന്നിട്ട് ട്രാൻസ്ലേറ്റ് സ്റ്റാൻഡേർഡ് ടു CSAP. എന്നിട്ട് ഈ ഒരു EDI ഫയലില്ല നമ്മൾ കണ്ടുപിടിച്ചാൽ അത് സെലക്ട് ചെയ്തെടുക്കുക. ചീഫ് ഓഫീസറിൽ EDIയിൽ പോവുക, 2417 വെച്ചിട്ട് അടിക്കുക. ഇവിടെ വന്നിട്ട് ഓൾ അടിക്കണം. EDI അതിന് ആദ്യം ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എന്നിട്ടത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഈ ഓപ്പൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഇതുണ്ട്, ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ വരും. എന്നിട്ട് അതിന് വോയേജ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ഫയൽ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ വോയേജ് നമ്പർ 2417 ആണ്, വെസ്റ്റാണ്, IN NSA പിന്നെ P1 പ്ലാൻ 1 അല്ലേ, അപ്പോൾ P1 അത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അങ്ങോട്ട് സേവ് ചെയ്യും. അല്ലോ സേവ് ചെയ്ത് ഡു ആയിട്ട് റീപ്ലേസ് ഇന്നോ. ഓക്കെ, എന്തായാലും തന്നെ ക്യാൻസൽ അടിക്കാനോ അടിയത് തന്നെ പരിപാടി. എന്നിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഈ TSB സൂപ്പർ കാർഗോ എന്ന സാധനത്തിലിട്ടിട്ട് ഇതിൽ ഫയൽ പോവുക, ലോഡ് സ്റ്റോറേജ് പ്ലാനിൽ പോവുക, ലോഡ് സ്റ്റോറേജ് പ്ലാനിൽ പോവുക. എന്നിട്ട് അതിൽ ഡു യു അണ്ടർസ്റ്റാൻഡ് അടിക്കുക. എന്നിട്ട് ഇപ്പോൾ ഉള്ള സാധനം സേവ് ആയിട്ടുണ്ടാവും. ഹാർഡ് ഡിസ്കിൽ പ്രോഗ്രാം ഫയൽ C ഡ്രൈവിൽ TSB സൂപ്പർ കാർഗോ എന്ന സാധനത്തിൽ അത് ഇതായിട്ടുണ്ടാവും. അതിൽ H886 ഇതുണ്ടോ INNSB1 അതിട്ട് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇഗ്നോർ ചെയ്യുക, നോ അടിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് സംഭവമുള്ളത്. 10.6 ആയിട്ടും 10 ഇത് ഓൾമോസ്റ്റ് ഈവൻ കില്ല, നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഓക്കെ, ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഈ ഓൾമോസ്റ്റ് ഈവൻ കില്ലാണ് സംഭവം ഉള്ളത്. എന്താ ഡാറ്റയുടെ അടിയിൽ 2 ഡിഗ്രി പോർട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി, വെള്ളം കയറ്റി കൊടുത്താൽ മതി. നമ്മൾ ഇതിൻ്റെ അകത്ത് പല ഓപ്ഷനുകളോ നമ്മൾ ചെക്ക് ചെയ്യുക. ആദ്യം നമ്മൾ സ്റ്റെബിലിറ്റി പോവും, ഇൻഗർ കാർഗോ സമ്മർ എടുക്കും. എന്നിട്ട് ഈ രണ്ട് വെയിറ്റും സെയിം ആണെന്ന് നോക്കും. 711
പ്ലസ് ടോട്ടൽ വന്ന് കാണിക്കുക 711 പ്ലസ് 616. കാൽക്കുലേറ്റർ അത് 1327 ഓക്കെ. അപ്പോൾ അത് ഓക്കെയാണ്. ഇത് തന്നെയാണ് സംഭവം. അത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഓക്കെയാണ്. പ്ലാൻ ഇട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് നോക്കേണ്ടത് ടോർഷൻ മൊമെൻ്റെല്ലാം ഇവിടെ കിട്ടും. വിൻഡ് പ്രഷർ കിട്ടും, ഡിസ്പ്ലേസ്മെൻറ്റ് സമ്മറി കിട്ടും, എഡിറ്റ് ടാങ്ക് ഡാറ്റ. അപ്പോൾ എഡിറ്റ് ടാങ്ക് ഡാറ്റ ചെയ്യേണ്ട കാര്യമില്ല. അത് ചെക്ക് ഇറഗുലർ സ്റ്റോറേജ് പോയ എന്താ ടൂൾസിൽ ചെക്ക് ഇറഗുലർ സ്റ്റോറേജ് പോയി കഴിഞ്ഞാൽ IMD സെഗ്രിഗേഷൻ നോക്കും. എന്തെങ്കിലും IMD എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടോ നോക്കും. അങ്ങനെ കറങ്ങിയിട്ട് വരും. IMDGയിൽ കോൺഫ്ലിക്റ്റ് ഒന്നുമില്ല. IMDG സെഗ്രിഗേഷൻ അണ്ടർ ലിക്വിഡ് ക്വാണ്ടിറ്റീൻ്റെ സംഭവം മാത്രമേ ഉള്ളൂ. അതായത് ഫോർ മെറ്റൽ ഡക്സ് അത് ഇതെല്ലാം വന്നിട്ട് ഓക്കെ. അപ്പോൾ അത് ക്ലോസ് ചെയ്ത് പിന്നെ അതിൻ്റെ അകത്ത് വരുന്നതെന്ന് H കവർ ക്ലിയറൻസ് നോക്കും. ടൂൾസിലല്ലേ, ടൂൾസിൽ ചെക്ക് ഇറഗുലർ സ്റ്റേജ് H കവർ ക്ലിയറൻസ് നോക്കും. H കവർ ക്ലിയറൻസ് നോക്കും. അത് ഓക്കെയാണ്. അപ്പോൾ അത് ഓക്കെയാണ്. പിന്നെ നമ്മൾ നോക്കുന്നത് വെച്ചാൽ ഓരോരോ ഇതിൻ്റെ അകത്ത് ഓപ്ഷൻസ്. ഈ ഓപ്ഷൻസ് പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ സെൽ വിത്ത് പോർട്ട് ഓഫ് ലോഡിങ്. അപ്പോൾ പോർട്ട് ഓഫ് ലോഡിങ് ഇട്ടത് ഓക്കെ. അപ്പോൾ ഇത് പോർട്ട് ഓഫ് ലോഡിങ്ങിന് തന്നെ ആവശ്യകത നീല കളർ. അപ്പോൾ ഈ 20 ഫീറ്റ് നമ്മൾ 40 ഫീറ്റ് ലോഡ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ അതിൽ രണ്ടിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട് റിലേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ നോക്കും. ഇതിപ്പോൾ 20 ഫീറ്റാണ്. 1 ഓക്കെ, 4 5 1 3 4 3 എന്ന് പറഞ്ഞാൽ 20 ഫീറ്റ് 40 ഫീറ്റ് 5-ലുണ്ട്. 100 പ്രശ്നമല്ല. പിന്നെ 7-ലുണ്ട്, 8-ലില്ല. 7-ലുണ്ട്, 8-ലുണ്ട്, 8-ലില്ല, 9-ലുണ്ട്. അത് ഓക്കെയാണ്. പിന്നെ 11-ൽ ഉണ്ട്, 12-ൽ അവിടെ ഇല്ല 40 ഫീറ്റ്, 30-ലുണ്ട്. പിന്നെ ഓക്കെ 30-ലുണ്ട്. പിന്നെ വരുന്ന 16-ലുണ്ട്. ഇതെല്ലാം 40 ഫീറ്റാണ്. 17-ലില്ല ഓക്കെ. അപ്പോൾ ഓക്കെയാണ്. 19-ലില്ല, 20-ലുണ്ട്, 21-ലില്ല, 23 24-ലില്ല, 24-ലുണ്ട്, 25-ലില്ല, 25-ലില്ല, 27 ഉണ്ട്, 28-ലുണ്ട്, 27-ലില്ല, 28-ലുണ്ട്, 29-ലില്ല, 29-ലുണ്ട്. അതായത് 27-ല് ഓക്കെ 29 27 റീഫർ അതിൻ്റെ മുകളിലുണ്ട്. പിന്നെ 31 32 33 ഇല്ല, 35 ഇല്ല, 37 ഇല്ല, 39 ഇല്ല, 39 കാലിയാണ്. ഹോണ്ടക്ക് 40 48 Okay, sir. Tower cell level 1.5 ready. Okay, sir 9:35 लेते हैं. तब तक आपका जब तक आप कीजिएगा, जब फैट आएगा तो बोल दूंगा. 43. Okay, sir. 43 or 45. Yeah. 47, 49, 51 കാരണം 52-ലൊരു ഇതുണ്ട്. 52-ലൊരു OG ഉണ്ട്. 53, 55, 53, 55, 57 അതും കാലിയായിട്ട് 60 ഫുൾ ഇതുണ്ട്. 6.9 6.8 വെയിറ്റ് ഉണ്ട്. ചോട്ടാ വെയിറ്റ് ഓക്കെയാണ്. അപ്പോൾ ഇത് പ്ലാൻ ഓക്കെ ചെക്ക് ചെയ്ത് ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്ന നമ്മൾ ചെക്ക് ചെയ്യുന്ന ഓപ്ഷൻസ്. പിന്നെ ഇതിനകത്ത് ഡിസ്പ്ലേ സെൽ വിത്ത് പോർട്ട് ഓഫ് ഡിസ്ചാർജ് നോക്കി കഴിഞ്ഞാൽ ഇതും ചെക്ക് ചെയ്ത് ഓരോ പോർട്ടിന് ഇത് കാണുന്നുണ്ടോ പോർട്ട് സെലക്ട്. ഇപ്പോൾ എനിക്ക് ലോഡിങ് പ്ലാൻ പ്രിൻ്റ് എടുക്കണം. അതിൽ പ്രിൻ്റ് പോയിട്ട് ജനറൽ സ്റ്റോറേജ് പോയാൽ ഓക്കെ. അതിന് മുന്നിട്ട് എനിക്ക് ഇത് ഉണ്ടാവും. ഇത് ലോഡിങ് പ്ലാൻ പ്രിൻ്റ് എടുക്കണമെങ്കിൽ ഈ ഒരു എയറോ സെലക്ട് ചെയ്യണം. ഈ ഒരു എയറോ സെലക്ട് ചെയ്തിട്ട് അപ്പോൾ ഈ എയറോ സെലക്ട് ചെയ്താൽ കൂടെ പോർട്ട് ഓഫ് ലോഡിങ് എന്ന് പറയും. ഈ പോർട്ട് ഓഫ് ലോഡിങ് മാറ്റണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി എയറോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് ഈ പോർട്ട് ഓഫ് ലോഡിങ് മാറി പോർട്ട് സെലക്ട് എന്നതാണ് പോർട്ട് സെലക്ട്. അപ്പോൾ ഈ എയറോ സെലക്ട് ചെയ്യുക. ഈ മുകളിലുള്ള എയറോ സെലക്ട് ചെയ്യുക. ഇവിടെ പോർട്ട് ഓഫ് ലോഡിങ് എന്നാൽ ഏത് പോർട്ടിനാണ് ആവശ്യമാണ് NSA സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ വന്നിട്ട് ഈ പ്രിൻ്റില്ല ഈ പ്രിൻ്റ് തന്നെ ഓപ്ഷനിൽ പോവുക. ജനറൽ സ്റ്റോറേജ് പ്ലാനിൽ പോയിട്ട്
जनरल स्टोरेज प्लान പ്രിൻ്റ് വിത്ത് കളർ സെലക്ട് ബൈ ഈച്ച് ബോട്ട്. ഓക്കെ, അതിട്ടിട്ട് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ സേവ് ചെയ്യാം. ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. എന്തെങ്കിലും പേരിലൊരു സേവ് സ്റ്റോറിൽ സേവ് ചെയ്യാം. ആ ഡെസ്ക്ടോപ്പിൽ സേവ് ആയിക്കുണ്ടാവും. ലോഡ് പ്ലാൻ ഇതായി. അത് പ്രിൻ്റ് കൊടുക്കുക. അതിൽ പ്രോപ്പർട്ടീസിൽ പോയിട്ട് ലാൻഡ്സ്കേപ്പ് കൊടുക്കുക. ഓക്കെ, അതിൽ ഒരു 2-3 കോപ്പിയാണ് പ്രിൻ്റ് എടുക്കുക. ഓക്കെ, പ്രിൻ്റ് വന്നോളൂ. वो जो निकाला है ना कंफर्म नहीं है ना, वो लास्ट में कहीं देख लेगा डिपार्चर में. ഓക്കെ, പ്ലാന് പ്രിൻ്റ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ. ഇത് ഓരോ പോർട്ടിൽ എത്ര ലോഡുണ്ട്, എത്ര ഫോർട്ടിയുണ്ട്. കളർ ഇത് ഡാർക്ക് പെൻ, ഇത് ടിങ്ക ചോപ്പ പാപ്പ അങ്ങനെ ചെയ്ത്. ജസ്റ്റ് അപ്പോൾ ലോഡിങ് പ്ലാൻ ചെയ്തെടുത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമ്മൾ ഇത് TM ഒക്കെ ആണ്, SF ഒക്കെ ആണ്. നമ്മൾ ടാങ്ക് കണ്ടീഷൻ ഒന്ന് ലോഡ് ചെയ്യും. ലോഡ് ഇതുണ്ട് ടാങ്ക് കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്ത് ലോഡ് ടാങ്ക് ഡാറ്റ എടുത്തിട്ട് ഫയലിൽ പോയിട്ട് ഇതാട്ടോ ഫയലിൽ പോയിട്ട് ലോഡ് ടാങ്ക് ഡാറ്റ ഇതെടുത്തിട്ട് നമ്മൾ ഇന്നലെ സേവ് ചെയ്തിട്ട് INS ഡിപ്പാർച്ചർ ടാങ്ക് കണ്ടീഷൻ. അപ്പോൾ അതെടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടി നോക്കും ഓക്കെ ആണോ എന്ന്. അപ്പോൾ ഇങ്ങനെയാണുള്ള 87 ആണ് ഇതിലുള്ളത്. അപ്പോൾ ഓക്കെ ആണ്, സ്റ്റെബിലിറ്റി കണ്ടീഷൻ ഓക്കെ ആണ്. മെയിനായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ഫോർവേഡ് 10.67, 10.66, ട്രിം 0, ലിസ്റ്റ് വരുന്നുണ്ട്, അത് കറക്റ്റല്ല. പിന്നെ SF, BM, TM 70, 87 ഓക്കെ 87 ഉണ്ട്. അപ്പോൾ അത് നമ്മൾ സ്റ്റെബിലിറ്റിയിൽ എഡിറ്റ് ഇതുണ്ടോ, സ്റ്റെബിലിറ്റിയിൽ എഡിറ്റ് ടാങ്ക് ഡാറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതിൻ്റെ അകത്ത് പോയിട്ട് നമ്മൾ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യും. സോ आज पानी कितने एक बार चेक RO में 270 शाबोर्ड में 270 आना. ओके, वो चलेगा. हाँ, इसमें है पानी रखा है, देखा 4 अपर विंग एंडी में 250310. इसके बाद है ये थोड़ा जो पानी शायद लिस्ट होगा तो ही करना है. फ्रेश वाटर सही होगा ना आज का. देख डिस्ट वाटर कोड में 11 है. ये सब ചെക്ക് ചെയ്യുക 162. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി ഫ്യൂൽ ഫിഗർ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യും. ഫ്യൂൽ ഫിഗർ बोलना फ्यूल फिगर 2 after starboard 0 2 metric ton forward port 333 3 forward starboard 20 3 aft port 343 3 aft starboard 357 3 aft port कितना 3 aft port 343. ओके अभी इधर तक हो जाए डिपार्चर में 290 हो जाएगा. ओके 3 aft starboard 356 4 port 283 4 starboard 1 5 port 343 5 starboard 343 6 starboard 26. ओके सर्विस टैंक ओके. बेलास्ट याद है क्या बेलास्ट का? ये सब खाली था ना. और 2 dB सेंटर ये है ना, कुछ चेंज नहीं किया ना. 370 इसका भी 465 हैंड हीलिंग इतना रखा है. ये तो
फ्रेश वाटर है ना, इसमें 570 एंड ये रखा है, ओके 505, लेकिन वो अभी अभी कितना है? 5 में 380 है, 5 में 380 है, 4 में 6 में 400 है। 5 में 380, 6 में 400 है ना। तो ये दोनों भरने का उस समय लास्ट टाइम में लिस्ट दे के एक ही टैंक भरने का ज़रूरत है, समझा? 6 स्टारबोर्ड बताएगा। हाँ 6 स्टारबोर्ड भरते हैं वो देखे, क्योंकि भरने के बाद भी ये इतना ही आएगा। अभी कितना है TM देखेगा एक मिनट, 6 अप्रूविंग कितना है? 400। अभी 400 देखा कम हो गया, TM कम हो गया तो चलेगा 400। उस समय 4.8 आ रही लिस्ट, तो उस समय लास्ट देखे इधर भरने का कितना है? 570 ना, 570 570 അത് വെയിറ്റ് ഇടുക, വോളിയം ഇടുക. പക്ഷേ ഇതിൽ മീറ്റർ കാണിക്കില്ല, അതാണ് പ്രശ്നം. വെയിറ്റ് വോളിയം ഇട്ട് കഴിഞ്ഞാൽ വോളിയം വരും. അപ്പോൾ പ്ലാൻ ഓക്കെയാണ്, ഓൾമോസ്റ്റ് പ്ലാനിൽ അത്ര ഇതൊന്നുമില്ല, അല്ല ഓക്കെയാണ്. ഡിജി സെഗ്രിഗേഷൻ ഇല്ല എന്നല്ല. ഇതിൽ വരുന്ന ഒന്ന് ഫയൽ ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് ഒരു ഇപ്പോൾ ഈ AC ഫയൽ സേവ് സ്റ്റോറേജ് പ്ലാൻ അടിച്ചാൽ മൊത്തം വരും. അതിൻ്റെ ഒരു മൊത്തം അങ്ങോട്ട് സേവായി. എന്നിട്ടത് ഇവിടെ പോയിട്ട് C ഡ്രൈവ് പോയി കഴിഞ്ഞാൽ പ്രോഗ്രാം ഫയൽ പോലെ TSP സൂപ്പർ കാർഗോയിൽ എടുത്താൽ ഇപ്പം സേവ് ചെയ്ത ഫയൽ ഇതെങ്ങനെയെല്ലാം വരും. ഡേറ്റ് മോഡിഫൈഡ് പോകാൻ വേണ്ട, HH ACD TR TKS ഫയൽ മൊത്തം ഡാറ്റ സേവ് ആവും ആ ഇതില്ല. അതാണ് സേവ് സ്റ്റോറേജ് പ്ലാൻ അടിച്ചാൽ. നമ്മൾ സാധാരണ സേവ് ചെയ്യലില്ല, അവിടുന്ന് കൺവേർട്ട് ചെയ്തിട്ട് AC ഇടലാണ്. പിന്നെ സേവ് AS സെൻഡ് ടു, പിന്നെ ഇത് ലോഡ് ടാങ്ക് ഡാറ്റ. ഒരു ടാങ്ക് ഡാറ്റ ഇടണമെങ്കിൽ ലോഡ് ടാങ്ക് ഡാറ്റ പോയിട്ട് ആ TKS ഫയൽ എടുക്കുക. ഇത് മറ്റേ സേവ് ടാങ്ക് ഡാറ്റ പോയിട്ട് ലോഡ് ടാങ്ക് ഡാറ്റ അടിക്കുക. അതെല്ലാം വിൻഡോസ് സെറ്റ്. പിന്നെ ഇതിലുള്ള ഓപ്ഷൻ എന്നുള്ളതാണ് എഡിറ്റുകളാണ്. എഡിറ്റ് വോയേജ്, ഒരു കണ്ടെയ്നർ നമ്പർ ചെക്ക് ചെയ്യണമെങ്കിൽ ഇത് ഫൈൻഡ് കണ്ടെയ്നർ നമ്പേഴ്സ് ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കണ്ടെയ്നർ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ പൊസിഷൻ വരും. അങ്ങനെ പിന്നെ എഡിറ്റിൽ വരുന്ന ഇതൊന്നുമില്ല, ലോഡ് ലൈന് ആ പ്രശ്നമില്ല. പിന്നെ പ്ലാനിൽ വരുന്ന ഈ ജനറൽ അറേഞ്ച്മെൻറ്റ്, അത് ഇതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്. പ്ലാനിൽ ഈ സൈസ് ഉണ്ട്, ഇത് നമ്മൾ 200 അടിച്ചു കഴിഞ്ഞാൽ ഈ മൊത്തം കാണുന്ന വ്യൂവിൻ്റെ സൈസ് ഇതെല്ലാം മാറും. DG IMDG വിസിബിലിറ്റി അതെല്ലാം നോക്കില്ല. അന്ന് പിന്നെ ബ്ലിങ്കിങ് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ റീഫർ ആണെങ്കിൽ റീഫറിൽ ബ്ലിങ്കായി കാണിക്കും. ഇതാ ബ്ലിങ്കിൻ റീഫർ, ഇത് റീഫർ കണ്ടെയ്നേഴ്സ് ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്തോണ്ടോ, റീഫർ ബ്ലിങ്ക് അടിക്കുന്നുണ്ട്. കണ്ടോ ആ റീഫർ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതെടിന് ബ്ലിങ്കിൻ ജനറൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആവും. പിന്നെ ബ്ലിങ്കിങ് കണ്ടീഷൻ വെയിറ്റ് കോൺഫിഗറേഷൻ ഡയറക്ടറി കോൺഫിഗറേഷൻ എന്ന പ്രശ്നം ലോഡിങ് കൊണ്ടാണ്. ഇത് ഡ്രാഫ്റ്റ് സമ്മറി ഇൻക്വയറി ചെക്ക് റെഗുലർ സ്റ്റോറേജ്. നേരത്തെ സ്റ്റെബിലിറ്റിയിൽ ഇപ്പോൾ പ്രിൻ്റ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി സമ്മറി ഇതെടുക്കണമെങ്കിൽ ഇത് സ്റ്റെബിലിറ്റി സമ്മറി ഇപ്പോൾ ഇതിലും കാണും. പിന്നെ സ്റ്റെബിലിറ്റിയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് സമ്മറി ഇട്ട് ടോർഷൻ മൊമെൻറ്റ് ഇട്ടത്. ടോർഷൻ മൊമെൻറ്റ് ചെറിയൊരു ടോർഷൻ ഉണ്ട്, എന്നാൽ പ്രശ്നമുണ്ട്. ആ ടോർഷൻ മൊമെൻറ്റ് ഇത് നോർമൽ കാർഗോ ടാങ്ക് നോർമൽ അങ്ങനെ കിട്ടും. ഓരോ ഇത് ഫ്രെയിം നമ്പേഴ്സാണ്, അത് ഒക്കെ പോട്ട് സ്റ്റോർബോർഡല്ല. പിന്നെ വരുന്ന ലോങ്ങിറ്റ്യൂഡ് സ്ട്രെസ് കഴിഞ്ഞാൽ ടോർഷൻ കൊണ്ട് കഴിഞ്ഞാൽ വിൻഡ് ട്രിം ഒപ്റ്റിമൈസേഷൻ അഡ്ജസ്റ്റ് ട്രിമിന്. പിന്നെ പ്രിൻറ്റിൽ നമുക്ക് പിന്നെ വരുന്ന ഇത് തന്നെ. പിന്നെ DG ലിസ്റ്റ് എക്സ്പോർട്ട് എല്ലാം അടിച്ചു കഴിഞ്ഞാൽ DG ലിസ്റ്റ് വരും, ഒരു പാക്കിങ് അതെല്ലാം വരും. പിന്നെ സ്റ്റെബിലിറ്റി സമ്മറി ഇതെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി സമ്മറി വരും. പിന്നെ ടാങ്ക് കണ്ടീഷൻ അയക്കണേ, ഈ ടാങ്ക് സമ്മറി ടാങ്ക് വെലോസിറ്റി അടിച്ചു കഴിഞ്ഞാൽ ടാങ്ക് കണ്ടീഷൻ വരും. ടാങ്ക് കണ്ടീഷൻ മാത്രം വരും. അത് ഒരു പോർട്ടിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് ബാക്കിയെല്ലാം അൺടിക്ക് ചെയ്തിട്ട് ടാങ്ക് സമ്മറി ടാങ്ക് വെലോസിറ്റി സമ്മറി ഇട്ടിട്ട് അത് വരും. പിന്നെ എന്ത് പ്രിൻ്റ് കഴിഞ്ഞ് പിന്നെ വരുന്നത് DG ലിസ്റ്റ് എക്സ്പോർട്ട് ടച്ചിൽ. പിന്നെ ഇത് വിൻഡോസ് ഹെൽപ്പ് കഴിഞ്ഞാൽ അബൌട്ട് TSP സൂപ്പർ കാർഗോ വരും. അല്ല അത് ഏതാ മോഡൽ 6.2 ഏതെല്ലാം എന്ന് പറഞ്ഞു വരും. ഓക്കെ. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റിൽ ഇമ്പോർട്ടൻറ്റ് സംഭവം ഉണ്ടല്ലോ. MDG
IMDG ഡാറ്റാബേസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതിൽ നമുക്ക് IMDG ഡാറ്റാബേസ് അടിച്ചാൽ IMDG ഇതെല്ലാം കാണിക്കും. IMDG അമെൻഡ്മെൻറ്റ് ഏതാണ്, 40/20 ആണ്, അതിൻ്റെ മോഡലെല്ലാം കാണിക്കും. ആക്ച്വലി നമ്മൾ റിക്വസ്റ്റിന് അയച്ചിട്ടുണ്ട് IMDGൻ്റെ, അത് ഇതുവരെ വന്നിട്ടില്ല. അത് 41/22 ആണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അത് ക്ലോസ് ചെയ്ത് കണ്ടോ. അല്ലാതെ എവിടെയും ടൂൾസ് പോയി IMDG ഡാറ്റാബേസ് അടിച്ചാൽ മതി. പിന്നെ ലാഷിങ്, അത് ലാഷിങ് ഗ്രാഫ് ആക്ച്വൽ വാല്യൂ ചെക്ക്, അത് അത്ര ഈ സൂപ്പർ കാർഗോയിൽ ഇത്രയെല്ലാം നമുക്ക് മെയിനായിട്ടുള്ളത്. TSP സൂപ്പർ കാർഗോ എന്നുള്ളത്. ഇനിയിപ്പോൾ ക്യാപ്റ്റൻ അത് മെസ്സേജ് അയച്ചു കൊടുക്കും, GMSFBM എത്ര എന്നുള്ളത്. ഓക്കെ, ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ ഇതുണ്ട്. ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു കാർഗോ ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ ഡിസ്ചാർജ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഡിസ്ചാർജ് ചെയ്യുന്നില്ല, വേറൊരു ഇതിട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഡിസ്ചാർജോ ലോഡോ ചെയ്യണമെങ്കിൽ ആദ്യം ഈ ഒരു ഓപ്ഷൻ എടുക്കുക. ഏത് ഏനാ ഏതാ പോർട്ട് റൊട്ടേഷൻ. ഇതെടുത്തിട്ട് ഇതെടുത്തു കഴിഞ്ഞിട്ട് ഈ ഒരു ഇതില്ലേ, ഈ ബ്ലാക്കിൽ പച്ചയും മഞ്ഞയുള്ള ആ സാധനം എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നണ്ണല്ലേ ഫ്രം അടിച്ചു കൊടുക്കണം. ഫ്രം അടിച്ചിട്ട് ഫ്രം സെലക്ട് ചെയ്തിട്ട് ഈ ഹിസ്റ്ററി എന്ന് പറഞ്ഞ സാധനമില്ലേ, അത് അണ്ടിക്കായിട്ട് ഫ്രം അടിച്ചിട്ട് ഇത് സെലക്ട് ചെയ്ത് ഇതെടുക്കുക, ഫ്രം എടുക്കുക, ഹിസ്റ്ററി അണ്ടിക്കുക. എന്നിട്ട് ഇവിടെ ഒരു പോർട്ട് സെലക്ട് ചെയ്യണം. ഓക്കെ, ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പോർട്ട് സെലക്ട് ചെയ്യണം. ഇത് ഇവിടെ ലോഡോ ലോഡിങ് പോർട്ടോ, ഇവിടെ ഈ സാധനം വരും. ഇവിടെ സാധനം ഇതാ, ഈ സാധനം വരും. എന്നിട്ട് പോർട്ട് വെറുതെ ഒരു പോർട്ട് സെലക്ട് ചെയ്യാം, എന്നാലാണ് അത് ഇതാവും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ കറുപ്പടിച്ച് കഴിഞ്ഞാൽ ഫ്രം എടുക്കുക, ലോഡ് ചെയ്യണമെങ്കിൽ 2 അടിക്കുക, മനസ്സിലായി. എന്നിട്ട് അതിന് ഇവിടെ വന്നിട്ട് ഇത് അൺടിക്ക് ചെയ്ത് ഇനി അതുപോലെ ലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് 2 കൊടുക്കുക. എന്നിട്ട് ഏതൊരു പോർട്ട് ചെയ്ത് 2 അവിടെ നിന്ന് സെലക്ട് ചെയ്ത് അയച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇത് നമ്മളെ ബലാസ്റ്റിൻ്റെ ഇതാണ്. ബലാസ്റ്റിൻ്റെ ഇതാണ്, ഇത് കാണിക്കുക. ബലാസ്റ്റിൻ്റെ സംഭവമാണ് ഇത്. ഇവിടുന്ന് ടാങ്കിൽ നിന്ന് ഇതല്ല മെയിനായിട്ട് ആൻറ്റി ഹീലിംഗ് ടാങ്കിൽ നമ്മൾ ഏത് കൺസ്ട്രക്ഷൻ, ഏത് സൈഡ് കൺസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് അതിൽ കൂടുതൽ വെക്കും കുറച്ച്. ഇതിലിത് വർക്കാകുന്നില്ല. പിന്നെ ബിൽജ് പമ്പ് ഔട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫയർ ആൻഡ് GS പമ്പാണ്. ഓക്കെ, ഇത് ഇവിടുന്ന് ഇതൊന്ന് C സെക്ഷനാണ്. C സെക്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ ബലാസ്റ്റും അല്ലെങ്കിൽ BWTSൻ്റെ കണക്ഷനുകളാണ്. ഓക്കെ, ബലാസ്റ്റ് പമ്പ്, ഫയർ, ബിൽജ് ആൻഡ് GS പമ്പാണത്. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞാൽ ബിൽജ് പമ്പ് ഔട്ട് ചെയ്യണമെങ്കിൽ ബിൽജിടക്ക് മിമിക്ക് പോകും. ബിൽജിടക്ക് പോയിട്ട് മിമിക്ക് പോയി കഴിഞ്ഞാൽ ഇതടിക്കുക. ആദ്യം ഇത് റണ്ണാണ്. ഇത് ഫയർ മെയിൻ ലൈറ്റ് കണക്ട്. BS05 ഓപ്പൺ ചെയ്യണം, BS07 ഓപ്പൺ ചെയ്യണം. പിന്നെ ഇതിൽ റൺ ചെയ്ത് കൊടുക്കും. ഇതിൽ BS06. അപ്പോൾ ഇതിൽ വെള്ളം പോയി. എന്നിട്ട് ഫയർ പമ്പ് ചാലുവെക്കുന്നേരം വെള്ളം ഇതിലേ ഇങ്ങനെ പോയിട്ട് ഇതിലേ ഇങ്ങനെ റണ്ണായി കൊണ്ടിരിക്കും. ഒരു ടാങ്ക് വാൾവ് ഓപ്പൺ ചെയ്ത് ബിൽജ് വാൾവ്. അപ്പോൾ ഇവനക്ക് ഇവിടുന്ന് വെള്ളം എടുക്കണം. അപ്പോൾ ഇതിലേ വെള്ളം ഇങ്ങനെ പാസ് ചെയ്യുന്നതിനോ ഇവിടെ സെക്ഷൻ ക്രിയേറ്റ് ആകും. ഒരു 5 മിനിറ്റായിട്ട് വിടുന്നത്. അതിന് ആങ്കർ ഒന്ന് ബന്ധാക്കിയിട്ട് ആങ്കർ വശം ഒന്ന് വന്നത്. അപ്പോൾ റണ്ണ് ഇതിലേ കൂടും, ഏത് ഇഡക്ടർ കൂടി അങ്ങനെ ചെയ്യാം. ഓക്കെ, പിന്നെ ബലാസ്റ്റ് തന്നെ വയ്ക്കുക. ഇത് മെയിനായിട്ട് ഇതെല്ലാമാണുള്ള സംഭവം. ഓക്കെ, ഫോർവേഡ് പോട്ട്, ട്രിം നോക്കണം, സ്ട്രെസ് നോക്കണം. ബലാസ്റ്റ് പമ്പിന് പവർ കൂടുതലാണ്. ആദ്യം എപ്പോൾ ഈ വാൾവെല്ലാം ഓപ്പൺ ചെയ്ത് ടാങ്ക് വാൾവ് ചെയ്ത് ലാസ്റ്റാണ് പമ്പ് ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ ബന്ധാക്കുന്നേരം ഫസ്റ്റ് പമ്പ് ബന്ധാക്കണം, അല്ലെങ്കിൽ പമ്പ് ഡ്രൈ ആയിട്ട് ഓടാൻ പറ്റില്ല. ഓക്കെ, ഇതെല്ലാം മെയിനായിട്ട്. പിന്നെ ആൻറ്റി ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻഡിക്കിലിടണം. ഓട്ടോ മാനുവൽ ഇട്ടിട്ട് വേണമെങ്കിൽ ഇതടിച്ച് കഴിഞ്ഞാൽ പോർട്ടിലേക്ക് വരും. മാനുവൽ ലിസ്റ്റ് അവിടെ വെച്ചാൽ വരും ഇൻഡിക്ക്.